കേട്ടു. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളി പാട്ടുപാടും പഞ്ചമം കേട്ടു. മഴയുടെ മിഴിയഴകിൽ എരിതിരിയെരിയുകയായി, പുഴയുടെ നറുമൊഴിയിൽ മൊഴിയിൽ കവിതകൾ ഉതിരുകയായി. ജപമാല പോലെ ഞാൻ മിടിച്ചു മൗനമായി മൗനമായി. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു, കുങ്കുമം പൂത്തു. അനുരാഗ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കണ്ടൊരു പതിവുണ്ടാക്കി. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. മൈനാകം കടലിൽ നിന്നുയരുന്നു, ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നു. മൈനാകം കടലിൽ നിന്നുയരുന്നു, ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരെ ആരെ, തേടുവതാരെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ. കണ്ണെഴുതി അഴകിൽ നിന്നവളെ, ചുംബനമലരുമായി കനവിൽ വന്നവളെ, നിൻമൊഴിയോ കുളിരഴകോ സ്നേഹവസന്തമാകു നിൻ പൂമണമോ എന്നിലിന്നു രാഗാനമാ. പീലിക്കണ്ണെഴുതി അഴകിൽ നിന്നവളെ, കൃഷ്ണ നിൻ ദ്വാരകയെവിടെ, ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ നിൻ ദ്വാരകയെവിടെ,
तेन पाकिरेन अखियों में आजा साथी रेन रारे रारो ओ रारे रो നീരി നീരി നെഞ്ചകം പാടും രാഗം താനം പല്ലവി സാധകം മറന്നതിൻ തേടും മുഖം നീലാംബരി വീണയിൽ ഇടപഴകിയ വേളയിൽ ഓമനെ അതിശയ സ്വരബിന്ദുവാ എന്നും നിന്നെ മീട്ടാൻ താനേ ഏറ്റുപാടാം എന്നും നിന്നെ മീട്ടാൻ താനേ ഏറ്റുപാടാം സുവർണികാമൃതമീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ കരിമഷി പടരുമീ കൽവിളക്കിൽ കനകാംകുരമാ വിരിയണം നീ അന്തർനാളമായി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകൾ മാനത്തെ നിന്നിടത്തെ ആഴിയിലെ കണ്ടെടുത്ത അത്ഭുത
അത്ഭുത ആടിമുത്തേ സുത്തിമേലേ മുത്തുമാല വണ്ണപ്പൂവാ വിളയാട് சின்னத்தம்பியசப்பாடு தூளியிலே ஆட வந்த வானத்து மின்விளக்கே ஆணியிலே கண்டெடுத்த அற்புத ஆணிமுத்தே വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂന്തേലാടാലോ നീലപ്പീലി കണ്ണും പൂട്ടി പൂന്തേലാടാലോ പൂന്തേലാടാലോ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ ഉണ്ണി വാവാവോ പൊൻവാവേ വാവാവോ മുകിലമ്മേ മഴവില്ലുണ്ടോ മയിലമ്മേ തിരുമണിയുണ്ടോ പൊന്നുണ്ണി കണ്ണൻ സീമണി കണി കാണാൻ മെല്ലെ പോരൂ അനഞ്ഞൊഴിയും പൂങ്കാറ്റേ അരമണിയും ചാടി ഇവിടെ കഴിഞ്ഞ മീറ്റിങ്ങിന് വന്നപ്പോൾ റൂൾ സിംഗ് സാറിൻ്റെ സംസാരം കേട്ട് സത്യത്തിൽ മനസ്സലിഞ്ഞു പോയി. എത്ര ബുദ്ധിമുട്ടിയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമെന്നുള്ളൊരു കാര്യമായിരുന്നു ഏറ്റിരുന്നത്. ഞാൻ സാറിൻ്റെ അടുത്ത് നേരത്തെ ഇത് സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ പെട്ടെന്ന് കൊടുക്കാമെന്നുള്ള ഇത് പറ്റില്ല. പക്ഷേ എന്ന് സാറിത് ഉദ്ഘാടനമൊക്കെ വരാൻ പോകുന്നു, ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് ശരിയാക്കി കൊടുക്കാമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് നാദത്തിൻ്റെ സാറിന് നമ്മുടെ സെക്രട്ടറി മിനി വക്കീലിനും ഒക്കെ കൂടെ നന്ദി പറയുന്നു. എന്നെ ഇതിന് പ്രേരിപ്പിച്ച മൗസാറിന് ഒരുപാട് നന്ദി പറയുന്നു. സമതുലിതം രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 6 വർഷം പിന്നിടാൻ പോവുകയാണ്. ഈ 6 വർഷം കൊണ്ട് ഏതാണ്ട് നല്ല പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് പുതിയ മന്ദിരം നിർമ്മിക്കണമെന്ന് സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അതിനിവിടെ ഒരു കമ്മിറ്റി കൂടുകയും ചെയ്തു. ആ കമ്മിറ്റിയിൽ ഏതാണ്ട് 199 ആളുകൾ ഇവിടെ പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്തപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അന്ന് മധുസാറാണ് ആദ്യമായിട്ട് ഞങ്ങളടുത്ത് കമ്മിറ്റി എഴുന്നേറ്റ് പറഞ്ഞത്, ഞാൻ 1 ലക്ഷം രൂപ തരാമെന്ന് ഞങ്ങളടുത്ത് ആവശ്യപ്പെട്ടത്. ആ 1 ലക്ഷം രൂപയും കൊണ്ട് ഞങ്ങൾ തുടങ്ങിയത് ഇന്ന് ഏതാണ്ട് 5.5 കോടി രൂപ ചെലവഴിച്ച് ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി 100 പേർക്ക് കിടക്കുവാനുള്ള വലിയൊരു മന്ദിരം ഞങ്ങൾ പണിഞ്ഞു. എങ്കിലും മധുസാർ ഇവിടെ പല ഘട്ടങ്ങളിൽ വരുമ്പോഴും ഞങ്ങളെ സാമ്പത്തിക ബാധ്യത സാറിനറിയാവുന്നതുകൊണ്ട് ആ വരുന്ന സമയങ്ങളിലെല്ലാം സാറ് ഞങ്ങൾക്ക് ഓരോ ദിവസവും സമ്പത്തുകൾ തന്നുകൊണ്ടിരുന്നു. ഇന്ന് സാറ് ഒരു റൂം പണിയേണ്ട പൈസ സാറ് ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുക. ആ 1 ലക്ഷം രൂപയ്ക്കപ്പുറം അങ്ങനെ പല ആളുകളും ഞങ്ങളെ സഹായിച്ചു. ഏതാണ്ട് 57 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എനിക്ക് വേണ്ടി ഈ അച്ഛന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നത്. അപ്പോൾ വീണ്ടും തീർന്നില്ല. ഈ അച്ഛന്മാർക്ക് ഏറെ സ്നേഹം കുട്ടികളുടെ അടുത്താണ്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു മന്ദിരം കൂടി ഞങ്ങൾ പണിതു. അതിൻ്റെ ഉദ്ഘാടനവും ഈ വരുന്ന 13-ാം തീയതിയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു ആർട്ട് ഗാലറി തന്നെ ഞങ്ങളവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അച്ഛന്മാരെയും സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വലിയൊരു ഓഡിറ്റോറിയവും ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റേജിൻ്റെ പണി മാത്രമേ പൂർത്തിയായതുള്ളൂ. എങ്കിലും 1000-പുറത്ത് ആൾക്കാർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഓഡിറ്റോറിയമാണ് ഞങ്ങളതിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 6 ഉദ്ഘാടനമാണ് ഒരു ദിവസം നമുക്ക് അവിടെ നടത്തേണ്ടത്. രാവിലെ 10 മണിക്ക് 13-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട
കേരളത്തിൻ്റെ മന്ത്രിമാർ ഉൾപ്പെടെ MLA-മാരും MP-മാരും സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന പ്രഗത്ഭരായ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നാടിൽ തന്നെ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ അതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതും നാദത്തിൻ്റെ മധുസാറിനെയാണ്. മധുസാറിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ കമ്മിറ്റി മുൻപോട്ട് പോകുന്നത്. സാർ എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് സ്നേഹവും കരുത്തുമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും സാറ് മിക്ക സമയങ്ങളിൽ എൻ്റെ അടുത്ത് വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്നും ഞാനൊരു കൊല്ലത്തൊരു പ്രോഗ്രാമിന് വേണ്ടി അത്യാവശ്യം പോകേണ്ടതാണ് ഞാൻ താമസിച്ചത്. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് രാവിലെ മന്ത്രിമാരെയും MP-മാരെയും കാണേണ്ട സാഹചര്യങ്ങളാണ്. നാളെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ചിലപ്പോൾ ഭാഗ്യം കൊണ്ടെങ്കിൽ മുഖ്യമന്ത്രി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരക്കാണെന്നാണ് അറിയിച്ചത്. അങ്ങനെ നല്ല നല്ല ആൾക്കാരെ കൊണ്ട് കോർത്തിണക്കൊണ്ട് ഈ സമുദ്രതീരം വലുതാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. സാറിന് എൻ്റെ ബാധ്യതയെല്ലാം സാറിന് അറിയാം. അതുകൊണ്ടാണ് സാർ ഇവിടെ വരുമ്പോഴെല്ലാം ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഈ നാദത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും നമ്മുടെ സമുദ്രത്തിൻ്റെയും കൂട്ടുകുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ചേർന്നാൽ നമുക്ക് വലിയൊരു സംരംഭം തന്നെ മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പം 100 പേർക്ക് കിടക്കാനെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഓരോരുത്തരുടെ വിളി വന്നിരിക്കുക. കിടപ്പിലായ ഏതാണ്ട് 6 അമ്മമാരെ ഏറ്റെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അതുപോലെ 4 അച്ഛന്മാരെ ഏറ്റെടുക്കാൻ വേണ്ടി 10 പേർക്ക് ഇപ്പം തന്നെ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുക. എനിക്ക് വിഷമവും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും ഇതൊന്നും ഞങ്ങളുടെ ഉള്ളിലൊന്നും ഒതുക്കാറില്ല. ഞങ്ങളെല്ലാം സ്നേഹത്തോടു കൂടി ഞാൻ എൻ്റെ കുടുംബവും ഇവരോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഞങ്ങളെയും പ്രതീക്ഷ. ഇന്ന് മനസ്സാറ് തന്ന ഈ 1 ലക്ഷം രൂപ എനിക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ അച്ഛന്മാരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആ കരുതലോടുകൂടി തങ്ങളെ ഏൽപ്പിച്ചതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. സാറിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. സാറിനും സാറിൻ്റെ കുടുംബത്തിനും സമുദ്രയും കൂട്ടുകുടുംബത്തിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മറ്റേ പുതിയ ബിൽഡിങ്ങിനോടനുബന്ധിച്ച് നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നു. ഇവിടെ 100 പേര് അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ചെയർമാൻ റോയൽ സിംഗ് സാറ് നമ്മളെ KJ നായർ എന്ന് പറഞ്ഞ മണിച്ചേട്ടനെയും ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം മണിച്ചേട്ടനെ ഇൻവൈറ്റ് ചെയ്യും. മണിച്ചേട്ടൻ ഈ പിന്നെ ആ ജനറൽ ബോഡി മീറ്റിങ്ങിനൊന്ന് കൂടുകയും പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് കുറേ കോൺട്രിബ്യൂഷൻ കാര്യങ്ങൾ ഇതിൻ്റെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു സംഘാടക സമിതി മീറ്റിംഗ് ആയിരുന്നു. നമ്മൾ കുറച്ച് പേരൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ചെയർമാൻ, വൈസ് പ്രസിഡൻറ്റ്, നമ്മളെ എല്ലാ രാഷ്ട്രീയവും അതിനതീതമായിട്ട് എല്ലാ വിഭാഗത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും പങ്കെടുപ്പിച്ചുള്ള മീറ്റിംഗ് ആയിരുന്നു. അപ്പം അന്ന് അതിൻ്റെ അകത്ത് ഓരോ ആൾക്കാരുടെ കോൺട്രിബ്യൂഷനൊക്കെ പറഞ്ഞ് നമ്മൾ നാദത്തിന് അഭിമാനിക്കാം എന്നുള്ളൊരു രീതിയിൽ മണിച്ചേട്ടൻ 1 ലക്ഷം രൂപ നമ്മൾ ഈ സമുദ്ര തീരത്തിന് വേണ്ടി കൊടുക്കാമെന്നുള്ള കാര്യം അന്ന് ഓഫർ ചെയ്തിരുന്നു. അത് നമ്മൾ നല്ലൊരു നിമിത്തമായിട്ടാണ് ഞങ്ങൾ കാണുക. കാരണം നമ്മൾക്ക് ഒരു നാദം എന്നുള്ള ഒരു ഇതിൻ്റെ ഒരു പ്രശസ്തി ഉയരുന്നത് മാത്രമല്ല, ഈ സമുദ്ര തീരത്ത് മണിച്ചേട്ടൻ കൊടുത്തത് കാരണം നമുക്ക് ആ പാവങ്ങളായ ആൾക്കാരെ സംരക്ഷിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്.